ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞൂടാ. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബേക്കിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പിലോട്ടാണ്. വീട്ടിലൊന്നും പോരുന്നതും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന എഴുതിയിട്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയം തൊട്ടേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത്. ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മക്കളെ കൂട്ടിയിട്ടില്ലായിരുന്നു. അവർ സ്കൂളിലെ കാരണം കൊണ്ട് അവരെ കൂട്ടാതെയാണ് പോയത്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. എന്നിട്ട് ബേബി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ കോഴിക്കോട്, അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഷോപ്പിലോട്ട് പോകുന്നത്, അതുകൊണ്ട് ആ ഒരു ഷോപ്പിൻ്റെ എക്സാക്റ്റ് പ്ലേസ് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ബസ്സിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാപ്പ് നോക്കിയിട്ടും അതുപോലെ തന്നെ അവിടെ ചോദിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. ബസ്സിനാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ സുഖം, കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റും. നമ്മൾ നേരിട്ട് കോഴിക്കോട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 കിലോമീറ്ററേ ഉള്ളൂ പിന്നെ അങ്ങോട്ട്. ഇതിൻ്റെ എക്സാക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് തൊണ്ടയാടാണ്. കോഴിക്കോട് ബൈപ്പാസിൽ തൊണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത്. അപ്പം പോയി വരാൻ ഈസിയാണ്. അപ്പോൾ ബസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒറ്റയ്ക്കൊക്കെ പോകേണ്ട ആവശ്യം വന്നാൽ പോകാനും പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളന്ന് ബസ്സിന് പോയത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവരോട് ചോദിച്ചപ്പം 2 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. വീഡിയോ കുറച്ച് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇത് പ്രീ പ്ലാൻഡ് ഒന്നല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതൊന്നും. പോയ സമയത്ത് ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതിലൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. എത്തിയിട്ടോ നമ്മൾ. ഇനി നമുക്ക് ഷോപ്പിലോട്ടൊന്ന് കയറി നോക്കാം. കാര്യമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെ നമ്മൾ ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് എന്നറിയാനും, അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോ എന്നറിയാനും ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനിവിടെ കയറിയ സമയത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. സൂപ്പർ മാർക്കറ്റാണിത്, ബട്ട് നമ്മുടെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ കൂടുതലായിട്ടുമുണ്ട്. 2-3 നിലകളിലായിട്ട് തന്നെ ഇത് ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോ തരത്തിലുള്ള സാധനങ്ങൾ, ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അടിഭാഗത്ത് മാത്രമേ സൂപ്പർ മാർക്കറ്റിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ആദ്യം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു സമയത്ത് ഈ കടേൻ്റെ ഓണർ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് മലപ്പുറത്തു നിന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പം മലപ്പുറത്ത് അവരുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടെന്ന്, കോട്ടക്കലാണ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ മുഴുവനായിട്ടും ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിസ്പോസിബിൾ മോൾഡ്സ് കൂടുതലായിട്ടുള്ളത്. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മോൾഡ്സാണ് ഇതിലിവിടെ ഉള്ളത്. ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണമല്ലോ. നമുക്ക് കേക്കൊക്കെ വെറൈറ്റി രീതിയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് അടിപൊളി മോൾഡ്സ് ഉണ്ട്. അപ്പോൾ പല കളേഴ്സിലും പല ഷേപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഒരു ബേക്കിങ്ങിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന ബോക്സും കാര്യങ്ങളും തൊട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനൊരു ഷോപ്പിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. മലപ്പുറത്ത് ആകെ 1-2 സ്ഥലങ്ങളിലേ ഞാൻ പോവാറുള്ളൂ. അവിടെ നിന്ന് ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടാറുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്കും കുറച്ചൊരു
എന്താ പറയുക ഒരു ആകാംക്ഷയൊക്കെ തോന്നി. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പേപ്പർ മോൾഡ്സൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് മലപ്പുറത്തൊക്കെ. നമ്മൾ വിചാരിച്ച ഷേപ്പിലൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പം ബേക്കിങ്ങിനായിട്ടുള്ള മാത്രം ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇതൊക്കെ എസെൻസുകളാണ് കേട്ടോ, ഓരോ ഫ്ലേവറിലുള്ള എസെൻസ് ആണ്. ഇത് ബട്ടർ എസെൻസ് ആണ്. അപ്പോൾ ഓരോ പറ്റുന്ന എന്തിൻ്റെ റേറ്റും ഞാനിതിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നൊക്കെ. ഞാനിതിൽ നിന്ന് 1-2 എസെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡേറ്റ് നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അത്. ഞാൻ ഹസ്ബൻഡ് പറഞ്ഞപ്പം ഡേറ്റ് നോക്കിയതാണ്. ചിലതിൻ്റെ ഡേറ്റ് നമുക്ക് കുറച്ച് ചിലപ്പം ഡേറ്റ് കഴിയാറായിട്ടുണ്ടാവും, അല്ല കഴിയാറായതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കപ്പ് കേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പല ഷേപ്പുകളിലുള്ള സ്റ്റാൻഡുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വെക്കാറുണ്ടല്ലോ, താമര വിടർന്നിട്ട് നമ്മൾ മെഴുകുതിരി, അതാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനുള്ള മോഡൽസൊക്കെ ഉണ്ട്. ഇത് ബ്ലൂബെറിയുടെ എമൽഷൻ ആണ്, ബ്ലൂബെറിയുടെ എസെൻസ്, അതുപോലെ തന്നെ പൈനാപ്പിൾ എസെൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള കേക്ക് ടിന്നുകളും മോൾഡുകളും അതുപോലെ തന്നെ അതായത് സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും മോൾഡുകളും ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ കേക്കിന് ആവശ്യമായിട്ടുള്ള നൈഫ്, സ്പാച്ചുല, പൈപ്പിംഗ് ബാഗുകൾ, നോസിൽസ്, വെറൈറ്റി നോസിൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിലിക്കോൺ മോൾഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഹാൻഡ് വിസ്ക് ആണ് കേട്ടോ, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയ്ക്ക് ബീറ്റ് ചെയ്യുന്ന വിസ്ക്. അപ്പോൾ ഇതന്നെ പല മോഡലുകളിലുള്ളത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ മെഷറിംഗ് കപ്പുകളാണ്, പലതരത്തിലുള്ള മെഷറിംഗ് കപ്പുകളുണ്ട്. അപ്പം റേറ്റ് എനിക്ക് എക്സാക്റ്റ് ഞാൻ വാങ്ങിയതിൻ്റെ റേറ്റ് അറിയാത്തതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയണില്ല. ഇതിന് 124 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഓരോ മോഡലിനും ഓരോ റേറ്റ് ആയിട്ട്, ഇതിന് 70 രൂപയുള്ളൂ. ഓരോ മോഡലിനും ഓരോ റേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെയുള്ള തന്നെയാണ്, പക്ഷെ കുറച്ച് മുമ്പ് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ പലതരത്തിലുള്ള നോസിലുകളാണ്. നോസിലുകൾ ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ പർച്ചേസിങ് മുഴുവനാത്തതുകൊണ്ട് തന്നെ പുറത്ത് പോകാനും വയ്യാതുകൊണ്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഇവിടുത്തെ ഷോർട്സ് ആണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ജ്യൂസ് കുടിച്ചാൽ മതി എന്ന് കരുതിയിട്ട് അത് കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബേക്കേഴ്സിൻ്റെ ഷോപ്പിലോട്ട് തന്നെ വന്നു, ബാക്കിയുള്ള പർച്ചേസും കൂടി മുഴുവനാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോസിലാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് വലിച്ചിട്ട് കൊണ്ടുപോയി ജ്യൂസ് കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നോസിൽ തന്നെ മുഴുവനാക്കാമെന്ന് കരുതി. അങ്ങനെ 1-2 നോസിൽ ഞാൻ നമുക്ക് കിട്ടാതെ പെട്ടെന്നൊന്നും കാണാത്ത മോഡൽ റഷ്യ നോസിൽ 1-2 മോഡൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ നൈഫുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് വലുതോ ചെറുതോ ഏത് സൈസിലാണുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അവിടെ ചെന്ന് കണ്ടതിൽ. ഇതൊക്കെ ക്യാരി ബാഗാണ്, നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ക്യാരി ബാഗാണ്. അത് കൂടാതെ ഇവിടെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ സാധാരണ ഗിഫ്റ്റ് ബോക്സിനേക്കാളും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് തന്നെയാണ്. പല കളേഴ്സിലും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് കഴിഞ്ഞ് ഞങ്ങൾ 3rd ഫ്ലോറിലോട്ട് കയറി. ഇവിടെ കാര്യമായിട്ട് നമ്മുടെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊന്നുമില്ല, ക്രോക്കറി ഐറ്റംസ് ആണ് കാര്യമായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ കാണാൻ പറ്റിയത് ഓവനാണ്, OTG ഓവനും 1-2 ടൈപ്പുള്ള ഓവനുകളുണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും, പക്ഷേ താഴെ ഭാഗങ്ങളിലൊക്കെയാണ് കാര്യമായിട്ട് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബാർബിക്യൂ നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്, വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരാദ്യം നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റാർട്ടറാണ് ഫസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടറിൽ ബാർബിക്യൂ ആണ് മുഴുവനായിട്ടുള്ളത്. അത് ഫിഷ്, പ്രോൺസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തിലും ബാർബിക്യൂ നമുക്ക് സെമി കുക്ക്ഡായിട്ട് തരികയാണ്. അത് നമ്മൾ ഈ ഒരു ചാർക്കോളിൽ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യും. ആ ഒരു ചാർക്കോളിൽ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അവരുടെ ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോജിറ്റോ ആണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതും അവർ അതേ സമയത്തിന് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചത് ഫ്ലാഗാണ്. അത് നമ്മൾ സ്റ്റാർട്ടർ കഴിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമുക്ക് മതിയാവുന്നത് ആ സമയത്ത് ഈ ഫ്ലാഗ് താഴ്ത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആയാലും മാത്രമേ അവർ അത് സെർവ് ചെയ്യുന്നത് നിർത്തുള്ളൂ. ഫസ്റ്റ് അവരുടെ ചാർക്കോളിൻ്റെ ആ സെറ്റ് ഒന്ന് നമ്മുടെ ടേബിളൊന്ന് സെറ്റ് ചെയ്ത് തരാണ്. അപ്പം ഇതിൽ കണ്ണൽ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കണ്ണൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിലാണ് സെമി കുക്ക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പനീറും അതുപോലെ തന്നെ പ്രോൺസ്, ചിക്കൻ ഐറ്റംസൊക്കെ ഇതുപോലെ സ്ക്വയറിലാക്കിയിട്ട് വെച്ച് തരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ എടുത്ത് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലാഗ് ഉണ്ടല്ലോ, ആ ഫ്ലാഗ് നമുക്ക് എപ്പോഴാണോ നമുക്ക് സ്റ്റാർട്ടർ മതിയായി എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫ്ലാഗ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അതുവരെ അവർ ഇത് സെർവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ എപ്പോഴാണോ ഫ്ലാഗ് താഴ്ത്തുന്നത് അതുവരെ അവർ ഇത് സെർവ് ചെയ്തുകൊണ്ടേ ഇരിക്കും.
ഞാനിതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പനീറാണ്. ആ പനീറും അതുപോലെ തന്നെ കോണും അതുപോലെ തന്നെ ചിക്കൻ്റെ ഐറ്റംസുമാണ് ഞാൻ കൂടുതലായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കോൺ എന്തൊക്കെ മസാല വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതിനെന്തോ പേര് പറഞ്ഞ് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും ചോദിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ളത് ചിക്കൻ്റെ എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമായി. പ്രോൺ എനിക്കിഷ്ടമില്ല, അതുപോലെ തന്നെ ഫിഷും കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതലായിട്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഫിഷൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അതിലാരൊക്കെ എനിക്ക് ചിക്കൻ്റെ ഐറ്റംസാണ് ഇഷ്ടമായത്. അതുപോലെ തന്നെ ഈ ഒരു കോൺ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല, അത് സോസൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അത് നന്നായിട്ട് ഇഷ്ടമായി. അപ്പം ആ കോണിൻ്റെ ആണ് കേട്ടോ. കോണ് പറയാൻ വയ്യ, നല്ല ടേസ്റ്റാണത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാർട്ടറാണ് കൂടുതലായിട്ടും കഴിച്ചത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വയറിൽ സ്ഥലമല്ലായിരുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടർ തന്നെ കഴിച്ചിട്ട് ഏകദേശം ഒന്ന് വയറ് നിറയുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഐറ്റം പോലും ഞാനവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാത്തുനിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഫുഡായിട്ട് നമുക്ക് കാര്യമായിട്ട് ബിരിയാണി കുഴപ്പമില്ല, നമ്മുടെ ബിരിയാണീൻ്റെ അത്ര വരില്ല. പിന്നെ പനീറിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് 1-2 ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സാലഡുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇനി വരുന്നത് ഡെസേർട്ടുകളാണ്. ഡെസേർട്ട് സൂപ്പർ ടേസ്റ്റുള്ള ഡെസേർട്ടുകളുണ്ട്. കേക്ക് ചെറിയ പീസായിട്ടുള്ള പാസ്ട്രി ടൈപ്പിൽ കേക്ക് ഉണ്ട്, ബ്രൗണി, അതുപോലെ ഹൽവ, ഗുലാബ് ജാമുൻ, ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ ഇത്ര ഐറ്റംസാണ് അവരുടെ ഡെസേർട്ടായിട്ട് വരുന്നത്. അപ്പം ഇതിൽ എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, കേക്കൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഐസ്ക്രീം സൂപ്പർ ടേസ്റ്റാണ്, വെജിറ്റേറിയൻ ഐസ്ക്രീമാണ് അവർ പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആയിട്ടാണ് കുൽഫിയിൽ അവർ പല ഫ്ലേവേഴ്സും ആഡ് ചെയ്തിട്ട് തരികയാണ്. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറിലും അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവറിലാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ബാർബിക്യൂ നേഷനിൽ നമുക്ക് വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് ബാർബിക്യൂ തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ് ബാർബിക്യൂ. നമുക്ക് അൺലിമിറ്റഡ് ആണല്ലോ, നമുക്ക് എത്രയും കഴിക്കാം. മെയിൻ കോഴ്സിൽ കാര്യമായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുണ്ട്. പക്ഷേ ഈ ചിക്കനും ഫിഷും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ കോഴ്സിന് കാര്യമായിട്ടൊന്നും വയറ്റിൽ സ്ഥലം ഉണ്ടാവില്ല, അത്രത്തോളം ഉണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടറിന് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഓട്ടോയിൽ സ്റ്റാൻഡിലോട്ട് പോയിട്ട് അവിടെ നിന്നും നേരിട്ട് മലപ്പുറം ബസ്സിലോട്ട് കയറിയിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വ്ളോഗായിട്ടും ഫുഡ് പ്രിപ്പറേഷനായിട്ടും ഒക്കെ ഇനിയും കാണാം. അതുവരെ ബൈ.